എന്താണ് ചെയ്തേ? അയ്യോ എടാ എണീക്കടാ. നീയൊക്കെ ശിവ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, വേണ്ട ശിവ. പ്ലീസ് ശിവ, അച്ഛൻ പറയുന്നത് കേൾക്ക്. നീ കത്തി താഴെയിട്. മോനെ ശിവ, നീ ആരെങ്കിലും കൊന്നാലേ എന്റെ ഈ സത്യയുടെ എടാ കത്തി താഴെയിട്. കത്തി താഴെയിടാൻ നീ കത്തി താഴെയിട്. വേണ്ട മോനെ. എടാ നീ ആരെങ്കിലും കൊന്നാൽ എന്റെ ഈ സത്യയുടെ അവസ്ഥ ഉണ്ടാവൂടാ. വേണ്ട മോനെ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എല്ലാരും പോയ മോനെ. ശിവ ആരാണച്ചാ? ചുമ്മാ പറഞ്ഞതാ മോനെ. നിന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് ആ ശിവയാണ് ഈ സത്യയെ രക്ഷിച്ചത്. എന്റെ അച്ഛൻ സൃഷ്ടിച്ച ശിവ എന്റെ മനസ്സിൽ ഉറച്ചുപോയി. ആ വഴക്ക് നടന്നപ്പോൾ ഏറ്റ അടിയുടെ ആഘാതത്തിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മയക്കം വരുമായിരുന്നു. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. എന്നെ ആലോചിച്ച് എപ്പോഴും ദുഃഖിച്ചതിനാൽ അദ്ദേഹത്തിന് ഒരു പണിയും കൃത്യമായി ചെയ്യാൻ ഇതെന്ത് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയത്? സാൾട്ട് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടുത്ത് തിന്നു നോക്ക് നീ. വേണ്ട വേണ്ട, ഒന്നും പറഞ്ഞ. എല്ലാ ജോലിയും നഷ്ടപ്പെട്ടു. ജീവിക്കാൻ ബുദ്ധിമുട്ടായി. അച്ഛൻ എവിടെയും ആരും ജോലി കൊടുത്തില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അച്ഛന് ഞാൻ ഇനി ഭാരമാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പിലും ചായക്കടയിലും കുറച്ചു കാലം പണിയെടുത്തു. ഒരിക്കൽ എന്നെ അവിടെ കണ്ട് അച്ഛൻ തളർന്നുപോയി. അവസാനം ഞാൻ നിനക്കൊരു ഭാരമായി. എന്റെ സ്വപ്നങ്ങളെല്ലാം താറുമാറായി തകർന്നുപോയി മോനെ. ഇനി മുതൽ ഞാൻ പണിക്ക് പോയില്ലെന്ന് പറഞ്ഞതല്ലേ അച്ഛാ? പിന്നെന്തിനാ വിഷമിക്കണേ? പ്ലീസ് കരയല്ലേ അച്ഛാ. ഞാനിപ്പോ വിഷമിക്കണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞ നീ കേൾക്കൂ. എന്താണ് അച്ഛാ? സത്യമായിട്ട് ഞാൻ കേൾക്കാം അച്ഛാ. ഇനി മുതൽ മോൻ എന്നെ അച്ഛാന്ന് വിളിക്കാൻ പാടില്ല. എന്താ അച്ഛാ? നീ നന്നായിരിക്കണം എപ്പോഴും. അതിനുവേണ്ടി അച്ഛൻ പറഞ്ഞത്. അനാഥ കുട്ടിയാണ്. ഇത്രയും കാലം ഞാനാണ് നോക്കിയത്. ഇപ്പൊ എന്നെ കൊണ്ടും കഴിയുന്നില്ല. നല്ല ഭാവിയുള്ള കുട്ടിയാ, നന്നായി പഠിക്കും. നിങ്ങൾ ഇവനെ ഏറ്റെടുക്കണം. പേരെന്താ കുട്ടിയുടെ? സത്യ. ഇതാ സാറോടൊന്ന് സൈൻ ചെയ്യണം. മർദ്ദിതനല്ലേ, മഹധീരനല്ലേ, മാനവ ചരിത്രത്തിൽ മറ്റൊരു ഏടായി നീ. പ്രപഞ്ചം നീ, എന്റെ പ്രപഞ്ചം നീ. എന്റെ മോശം സമയം ഞാൻ ചെന്ന ആ ഇടവും എന്നെ സ്വീകരിച്ചു. ആ അനാഥാശ്രമം പോലീസ് വന്ന് ഒഴിപ്പിച്ചു. എന്നാൽ ആ സ്ഥലം ദാനം തന്ന ആളുടെ മകൻ ആ സ്ഥലം അയാളുടെ പേരിലാണെന്ന് ആധാരം ഉണ്ടാക്കി. നിയമവും പോലീസും അയാളുടെ കൂടെയാണ്. ഒരാഴ്ചക്കൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാരിക്കെട്ടി പൊയ്ക്കോളണം. ഇത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലമാ. എന്റെ കാലശേഷം ഇത് മറ്റൊരാൾക്ക് കിട്ടൂ. ശിവകുമാർ സാർ ഒത്തിരി അപേക്ഷിച്ച് നോക്കി. പക്ഷേ അയാളൊന്നും ചെവിക്കൊണ്ടില്ല. അയാൾ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിഞ്ഞ് അയാളുടെ വീട്ടിൽ പോയി കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അന്ന് ശിവകുമാർ സാറ് എന്തൊക്കെ ചെയ്തുവെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലായിരുന്നു. പക്ഷേ കൊലപാതകം നടന്നു.
സാർ സത്യ 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 ഞാൻ തെറ്റ് ചെയ്തു മോനെ. ഇല്ല സാർ, നിങ്ങൾ നല്ലവനാണ്, നല്ല കാര്യമാണ് ചെയ്തത്. ഇല്ല മോനെ, ഞാൻ കുറ്റവാളിയാ, ഞാൻ പാവം ചെയ്തവനാ. നിങ്ങൾ പിടിക്കപ്പെട്ടാലേ കുറ്റവാളിയാവൂ. നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല സാർ. ഇല്ല മോനെ, ഞാൻ പോലീസിൽ സറണ്ടർ ആകും. അപ്പോ പിന്നെന്തിനാ സാർ ഈ കൊലപാതകം ചെയ്തേ? അപ്പോ പിന്നെ ആശ്രമത്തെ ആര് രക്ഷപ്പെടുത്തും? നിങ്ങൾ ജയിലിൽ പോകരുത്. പോയാൽ ഞങ്ങൾ ശരിക്കും അനാഥരായി പോവും സാർ. പ്ലീസ് സാർ. സാർ, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അടുത്ത് വരരുത്. കുത്തു ഞാൻ. അടുത്ത് വരരുത്. ഞാൻ കണ്ടതാ സാർ. എന്റെ ഏട്ടൻ ശിവ റൂമിൽ നിന്നും കത്തിയുമായി പോകുന്നത് ഞാൻ കണ്ടു. ഇത്ര വലിയ കത്തിയാണ് സാർ. പക്ഷേ അവൻ ഇങ്ങനെ കൊല ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശിവ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു സാർ. അവൻ ഭയങ്കര ദേഷ്യക്കാരനാ. സർ, ആ കുട്ടി അവന്റെ ചേട്ടനാണ് സർ. അവനെ കാണാൻ ഇവനെ പോലെ തന്നെയാണ് സർ. ശരിയാണ് സർ. സർ, ഈ ടിൻസ് ഇവിടെ ഒന്നിച്ചാണോ ചേർന്നിട്ടുള്ളത്? അതെ. ഓ, ഓക്കെ. സാർ, ആ, ശിവയെ കിട്ടിയ തല്ലേന്നും ചെയ്യല്ലേ സാർ. അവൻ വളരെ പാവമാണ് സാർ. ഞങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കരയില്ലേ മോനെ, നീയും ശിവയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മോൻ വിഷമിക്കണ്ട, ഞാൻ അവനെ പിടിച്ചാലും തല്ലില്ല. താങ്ക് യു സാർ. ഉം, ഹും. എന്റെ അച്ഛൻ സൃഷ്ടിച്ച ആ ശിവയാണ് ഞങ്ങൾക്ക് ആ ആശ്രമം കിട്ടാൻ കാരണമായത്. ശിവയില്ലെങ്കിൽ ആശ്രമമില്ല. എന്നെ ആശ്രമത്തിൽ ചേർത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുപോയ അച്ഛനെ ഞാൻ ദിവസങ്ങളോളം കാത്തിരുന്നു. എന്റെ കൂടെയുള്ളവരെ കാണാൻ പലരും ആശ്രമത്തിൽ വന്നുപോയി. പക്ഷെ അച്ഛൻ മാത്രം വന്നില്ല. ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയി. അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് എന്റെ അച്ഛന്റെ ശബ്ദം കേട്ട് ബിഗ് ഞാൻ ഡൈനിങ് തിരിഞ്ഞു ടേബിൾ, നോക്കിയപ്പോൾ ലോട്ട്സ് ഓഫ് സെർവൻസ്. ബിഗ് ഡൈനിങ് ടേബിൾ. ഐ ആം ഗോയിങ് ടു ലണ്ടൻ. 2, 8, 6, 3. അച്ഛൻ ആരോടാ സംസാരിക്കുന്നേ? എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനാ അച്ഛാ, അച്ഛന്റെ മകൻ സത്യ. No, ഞാനാ അച്ഛ you സത്യ. not my son. എന്താ My അച്ഛാ? son in London, Oxford University. ഞാനാ അച്ഛാ, അച്ഛന്റെ മകൻ സത്യ. I going to London to see my son. വാ അച്ഛാ, നമുക്ക് വീട്ടിൽ പോകാം. No, 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 no. Get out. ഞാനാ Go അച്ഛ back. സത്യ. ഞാനാ No, അച്ഛ സത്യ. you are not my അച്ഛാ. son. Oh, അയ്യോ, എന്റെ പണം, എന്റെ പണം, അച്ഛാ. എന്റെ പണം, അച്ഛാ. അച്ഛാ. എന്റെ പണം. അയ്യോ. കഷ്ടവും നഷ്ടവും കാണാതെ നീ കൺകുളിർക്ക നിറയുന്ന കൊന്നപ്പൂ നിറവിൽ നീ കലർപ്പില്ല ജീവിത സുഗന്ധത്തിൻ പൊരുളറിയാൻ പ്രപഞ്ചം നീ എൻ്റെ പ്രപഞ്ചം നീ എനിക്ക് മനസ്സിലായി. ഇത്രയധികം സ്നേഹിച്ച അച്ഛൻ വിട്ടുപോകുമ്പോൾ മനസ്സിനത് വലിയ വിഷമമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി പണം കണ്ടെത്താൻ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാ. എല്ലാവർക്കും പണമാണ് ലോകം, പണമാണ് ജീവിതം. അതിപ്പോ നീ ആയാലും. നിന്റെ അമ്മ അവസാനമായി തന്ന പണം ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം നേടാനല്ലേ നീയും ശ്രമിച്ചത്? അതായിരുന്നില്ലേ നിന്റെ അമ്മയുടെ സ്വപ്നം? അതുപോലെ എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെയാവണമെന്ന് ആഗ്രഹിച്ചോ, ഞാൻ അതുപോലെയായി. ദ വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രി, കോസ്റ്റ്ലിയസ്റ്റ് ബംഗ്ലാവ്, ബിഗസ്റ്റ് കാർ. അങ്ങനെ എല്ലാം വാങ്ങാമെന്ന് കരുതി ഞാൻ മോഷ്ടിച്ച പണമെല്ലാം സൂക്ഷിച്ചു വെച്ചു. ഈ പണമില്ലാത്തതുകൊണ്ടല്ലേ
എൻ്റെ അച്ഛൻ ഭ്രാന്തനായത് ഭിക്ഷ യാചിച്ചത് ഈ പണം ഇല്ലാത്തോണ്ടല്ലേ എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഈ പണം ഇല്ലാത്തോണ്ടല്ലേ ഞാനൊരു അനാഥാലയത്തിൽ വളർന്നത്. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്തെല്ലാം ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, ആരുമില്ല. എങ്ങനെ ഉണ്ടാവാനാ? നന്നായിരുന്ന 4-5 പേരെങ്കിലും കൂടെ കാണും. ഇങ്ങനെ 2 പേരെ പോലെ അഭിനയിച്ച് 2 പേരെ പോലെ വേഷം കെട്ടി എന്നും ഇങ്ങനെ ഒളിച്ചോടി ഇരുണ്ട ജീവിതം നയിക്കുന്നതിൻ്റെ കൂടെ ആരും കാണില്ല. നിന്റെ പണം ആഗ്രഹിക്കുന്നവർ മാത്രം കാണും നിന്റെ കൂടെ എപ്പോഴും. നിന്റെ അച്ഛൻ മാത്രമല്ല, ഏതൊരച്ഛനും സ്വന്തം മക്കൾ നന്നായിരിക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ മോഷണത്തിന് ഇറങ്ങിയാ എന്തായിരിക്കും സ്ഥിതി? ആലോചിച്ച് നോക്ക്. അല്ല, നിന്റെ അച്ഛൻ നിന്നോട് മോഷണം ചെയ്ത് സമ്പാദിക്കാനാണോ പറഞ്ഞത്? അതോ ആ അച്ഛൻ മോഷ്ടിച്ച പണം കൊണ്ടാണോ നിന്നെ വളർത്തിയത്? മാനസിക രോഗിയായപ്പോ പോലും മോഷ്ടിച്ചില്ല, ഭിക്ഷയാചിച്ചു. നീ കുറച്ചുമ്പോ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ഒത്തിരി ഉണ്ടെന്നൊക്കെ. പിന്നെന്തിനാ ഇപ്പൊ കുറ്റവാളിയെ പോലെ നിൽക്കുന്നേ? ഇപ്പൊ മനസ്സിലായോ? നിന്റെ പണം കൊണ്ട് പോലും വാങ്ങാൻ കഴിയാത്ത മറ്റെന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്ന് നീ നിന്നോട് തന്നെ ചോദിക്ക. യുൽ ഗെറ്റ് ദി ആൻസർ. നീ ശിവയെ പോലെയുള്ളതാണോ ശരി, സത്യയെ പോലെയുള്ളതാണോ ശരി, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ സത്യയെ സ്നേഹിച്ചു എന്നതാണ് സത്യം. നിനക്ക് എത്ര പണം വേണമെങ്കിലും കൊള്ളയടിക്കാം, എത്ര കോടി വേണമെങ്കിലും. പക്ഷേ പ്രണയത്തെ മാത്രം കൊള്ളയടിക്കാൻ കഴിയില്ല.